നമസ്കാരം. പിണറായി വിജയന്റെ നവകേരള സർക്കിട്ട് ആരംഭിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുവരെ സ്വസ്ഥത കിട്ടിയിട്ടില്ല. വരുന്ന ഇടങ്ങളിലെല്ലാം ജനങ്ങളെ തല്ലിച്ചതച്ചുകൊണ്ട് മുന്നേറുകയാണ് CPM, DYFI ക്രിമിനലുകളും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ എന്ന് പറയുന്ന ക്രിമിനൽസും. ഇന്നലെ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ഗൺമാനും ചേർന്ന് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ തല്ലിച്ചതച്ച കാഴ്ച എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. ഇപ്പോൾ ഇതാ 2-3 മണിക്കൂറുകൾക്ക് മുൻപ് കായംകുളത്ത് വെച്ച് അംഗപരിമിതനായ, അതായത് 2 കാലുകളും ഇല്ലാത്ത ഒരു മനുഷ്യനെ പ്രതിഷേധിച്ച മനുഷ്യനെ പോലീസുകാർ എടുത്തു മാറ്റുമ്പോൾ മനുഷ്യമൃഗങ്ങൾ എന്ന് തന്നെ ഇവന്മാരെ വിശേഷിപ്പിക്കേണ്ടി വരും. DYFI മനുഷ്യമൃഗങ്ങൾ പുറകിലൂടി വന്ന് ഈ മനുഷ്യനെ ചവിട്ടുന്നു. അത് വളരെ വളരെ മനസാക്ഷിയെ വളരെ അധികം നോവിച്ചൊരു കാഴ്ചയാണ്. കാരണം നിങ്ങൾ ഇനിയും ഇത് തുടരണം. എന്താണ് അല്ല, ഇടയ്ക്ക് സുമേഷ് പറഞ്ഞത് 2 ദിവസം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ഈ യാത്ര എത്തുമെന്നാണ് പറഞ്ഞത്. എത്തുമോ? ജനങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എത്തില്ല. എവിടെ എത്താൻ? എന്തായാലും എത്തുമായിരിക്കാം. കാരണം ഗവൺമെന്റിന്റെ ഒരു പ്രസ്റ്റീജാണ്. ഒരു പക്ഷേ എത്തുമായിരിക്കാം. പക്ഷേ എത്തുമോ എന്നത് ഇപ്പോഴും നമുക്ക് സംശയം തന്നെയാണ്. കാരണം ഇങ്ങനെ പോകുന്ന ഒരു യാത്രയെ നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? കാരണം നേരത്തെ സുമേഷ് പറഞ്ഞതുപോലെ ആണ് ഇത്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു ഗവൺമെൻറ്റിന് ഇങ്ങനെ ഇതിനെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത്. പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിച്ചോട്ടെ എന്ന് കരുതേണ്ട, ജനാധിപത്യ രീതി അനുസരിച്ച് കരുതേണ്ടതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനത്തെ ജനാധിപത്യ സമ്പ്രദായത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. സാഡിസം, അതായത് മറ്റുള്ളവരെ വേദനിപ്പിച്ച് നോവിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക. ഇന്നിപ്പോ VD സതീശൻ തന്നെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഒരു സാഡിസ്റ്റ് ആണെന്ന്. നമുക്കും പറയേണ്ടി വരും, മുഖ്യമന്ത്രി ഒരു സാഡിസ്റ്റ് അല്ല, അതിലും ഭീകരമായ ഒരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന, അധികാരം തലയ്ക്ക് പിടിച്ച് ലഹരി മൂത്ത് മത്തു പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യരൂപി മാത്രമാണ് പിണറായി വിജയൻ. ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് ഒരു കേരളത്തിൽ ജീവിക്കുന്ന, ഇതെല്ലാം കണ്ടും കേട്ടും ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്കാണ്. ജനങ്ങളുടെ പക്ഷത്ത് നിന്നാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഷ രൂക്ഷമായി പോകുന്നത്. ക്ഷമിക്കുക. തലയിൽ ഈ അധികാരത്തിന്റെ പുറ്റു പിടിച്ചു. അതായത് മത്തെന്ന് പറഞ്ഞാൽ പുറ്റു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് വേറൊന്നും കയറില്ലല്ലോ. കാരണം ആ പുറ്റിനകത്തേക്ക് പിന്നെ മറ്റൊന്നും കയറില്ല. അത് തട്ടിപ്പറിച്ച് കളഞ്ഞാൽ മാത്രമേ അവിടെ പിന്നെ വേറെ എന്തെങ്കിലും വരൂ. അപ്പോൾ ഈ പുറ്റ് കടന്നിരിക്കുന്നു, വേറൊന്നും കയറാത്ത രീതിയിൽ ഇത് മാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ VD സതീശൻ പറഞ്ഞത് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ടതാണ്. ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണ്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നില്ല. ഒരു പരിഹാസ രൂപേണ പറഞ്ഞെങ്കിൽ അതിൽ യാഥാർത്ഥ്യത്തിലൂടെ പറഞ്ഞത്. മാനസിക രോഗി അല്ലെങ്കിൽ എന്തിനാണ് 400 പോലീസുകാരുടെ നടുവിൽ നടക്കുന്നത്? മാനസിക രോഗി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങളെ ഭയക്കുന്നത്, ഭയപ്പെടുന്നത്, അവരെ അകറ്റി നിർത്തുന്നത്? മാനസിക രോഗി തന്നെയാണ് സതീശൻ പറഞ്ഞാൽ. വേറൊരു കാര്യമുണ്ട്, ഒരാള് എനിക്ക് യാതൊരു മാനസിക രോഗവും ഇല്ല, മാനസിക രോഗം മുഴുവൻ അവനാണ് എന്ന് 10 പ്രാവശ്യം അവനെ നോക്കി അവൻ മാനസിക രോഗി എന്ന് വിളിക്കുമ്പോൾ സ്വതമായിട്ട് ഇയാൾ മാനസിക രോഗിയാണ്. കാരണം ഈ മാനസിക രോഗികൾ ഒരിക്കലും അവർക്ക് മാനസിക രോഗം ഉണ്ടെന്ന് സമ്മതിക്കാറില്ല. ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർക്കും നഴ്സിനും കൂടെ നിൽക്കുന്ന ബന്ധുക്കൾക്കുമാണ് മാനസിക രോഗം എന്നാണ് അയാൾ എപ്പോഴും പറയുന്നത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി. പക്ഷേ ഒരു മനുഷ്യന് ഭ്രാന്ത് വരാം, പക്ഷെ ഭ്രാന്ത് പകരുന്നതായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം നടക്കുന്ന ക്രിമിനൽസ്, അംഗരക്ഷകർ എന്ന് പറഞ്ഞു കൂടെ നടക്കുന്ന ക്രിമിനൽസ് ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരങ്ങൾ കാണിക്കില്ലല്ലോ. അല്ല, അതാണ് അധികാരത്തിന്റെ ഭ്രാന്ത് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ഭ്രാന്ത് അങ്ങനെ ഈ പടരാറില്ല. പക്ഷെ അധികാര ഭ്രാന്ത് എന്ന് പറയുന്നത് പടരും. അത് വേറൊരു രീതിയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അതാണ് നമ്മുടെ ഈ ഗൺമാൻ കാണുന്നത്. ഈ പറയുന്ന അംഗപരിമിതനെ പോലീസ് സംരക്ഷണയിലിരിക്കുന്ന, പോലീസ് പിടിച്ച് നിർത്തിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന, പോലീസ് എടുത്തെന്ന് പറയാൻ കസ്റ്റഡിയിലെടുത്താണ്. കാരണം അവർ പ്രതിഷേധിച്ചവരെ മുഴുവൻ കസ്റ്റഡിയിലെടുക്കുകയാണ് ഇപ്പോഴത്തെ രീതി എന്ന് പറയാം. അപ്പോൾ പ്രതിഷേധിച്ചവനെ തടയുകയും അയാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിഷേധകനെ, ഒരു പ്രവർത്തകനെ, അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, അതൊരു വികലാംഗനും കൂടിയാണ്, പിന്നാലെ വന്നിട്ട് മുതുകിൽ ചവിട്ടുക, ഈ ഷൂ ഇട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനുഷ്യമൃഗങ്ങൾ എന്ന് തന്നെ ഈ DYFI-കാരെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം എനിക്ക് തോന്നുന്നു കോതമംഗലത്തോ മറ്റോ പ്രതിഷേധിച്ച, കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചവരെ കനാലിൽ നിന്ന്, എത്രയോ അടി ഉയരമുള്ള കനാലിൽ നിന്ന് താഴേക്ക് ഒരു ദാക്ഷിണ്യവുമില്ലാതെ പൂച്ചട്ടിയും ഹെൽമെറ്റ് തലയ്ക്ക് അടിച്ച് പൊട്ടിക്കുന്നു. ഇന്നലെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വേട്ടമൃഗം, അയാള് ചാടി ഇറങ്ങിയിട്ട് അയാൾ തലക്കാണ് അടിക്കുന്നത്. അയാൾക്കില്ലേ മക്കള്, അയാൾക്കില്ലേ സഹോദരൻ? അയാൾ അടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ടോണ്ട് നിൽക്കാനൊക്കെ ഇല്ല. അത് ആ TV കാണുമ്പോൾ അല്ലാതെ നമ്മൾ, കാരണം ആരും ആയിക്കോട്ടെ, പോലീസുകാർ തന്നെ, പോലീസ് സേനയിലുള്ളവർ തന്നെ ഇതിൽ അവർ വല്ലാത്തൊരു അസംതൃപ്തിയാണ്. കാരണം കാക്കിയിട്ട് അന്തസ്സോടുകൂടി ജോലി ചെയ്യുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെയൊക്കെ പലരെയും നമുക്കറിയാം. പക്ഷെ ഇതുപോലുള്ള മൃഗങ്ങൾ അധികാരത്തിന് വേണ്ടി ഇതുപോലുള്ളവന്മാരെ കൂടെ ഒട്ടി നിന്ന്
മർദ്ദിക്കുക, ജനങ്ങളെ ചവിട്ടിമെതിക്കുക, അത് നടക്കുന്ന കാര്യമല്ല. ഒരു പരിധി വരെ നടക്കും. അത് കഴിയുമ്പോൾ ജനം പ്രതിഷേധിക്കും, പ്രതികരിക്കും, തെരുവിലിട്ട് പട്ടിയെ പോലെ അടിക്കും. അത്ര തന്നെ. അല്ല, അത് വന്നുകൂടായില്ല. കാരണം വരുന്ന കാലങ്ങളിൽ ഒരുപക്ഷെ ഈ എല്ലാ കാലവും ഈ ഇങ്ങനത്തെ ഭരണം നിലനിൽക്കണമെന്നോ, ഇയാൾ മുഖ്യമന്ത്രി ആയിരിക്കണമെന്നോ, ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇരിക്കണമെന്നോ, CPM അധികാരത്തിലിരിക്കണമെന്നോ ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, അതിന്റെ അജ്ഞതയാണ്. കാരണം എപ്പോഴും നമ്മളുണ്ടാവും, എന്നും ഞങ്ങളുണ്ടാവും, അധികാരത്തിലുണ്ടാവും എന്നുള്ളൊരു ധാരണയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയന്റെ ഒരു ധാരണ എന്താണ്? ഞാൻ ഉള്ള കാലം, ലോകമുള്ളിടത്തോളം കാലം ഞാൻ മുഖ്യമന്ത്രിയായിരിക്കും. അതുകൊണ്ടാണല്ലോ നീന്തൽക്കുളം നവീകരിക്കുന്നതും എന്താണ് പശുത്തൊഴുത്ത് കെട്ടുന്നത്, ലിഫ്റ്റ് പിടിപ്പിക്കുന്നതും ഒക്കെ, സുരക്ഷാ ക്യാമറ പിടിപ്പിക്കുന്നതും ഒക്കെ. അതുപോലെയാണ് ഈ ഗൺമാനും ഒക്കെ. കാരണം ആയുഷ്കാലം മുഴുവൻ ഈ ലോകമുള്ളിടത്തോളം കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്നും താൻ ഗൺമാനും ആയിരിക്കും എന്നാണ് അയാൾ വിചാരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ഒതുക്കുകയാണ്, ആ പ്രതിഷേധിച്ചവരെ കസ്റ്റഡിയിൽ ഒതുക്കുകയാണ്. അപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരെയാണ് മർദ്ദിക്കുന്നത്. ആ മർദ്ദനമേറ്റ് ഒരു SI ആണെന്ന് തോന്നുന്നു, പുള്ളി തെറിച്ചു അടി കിട്ടി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ കസ്റ്റഡി, വീണ്ടും ഈ പ്രതിഷേധക്കാരൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയാൾക്ക് ഇവന്റെ അടി കൊണ്ട് എന്തെങ്കിലും, ഈ അൽകുമാർ എന്ന് പറയുന്നവന്റെ അടി കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് പറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ആ പോലീസ് ഉദ്യോഗസ്ഥരകത്താവും. കാരണം ഇവനൊക്കെ പിടിപാടുള്ളവന്മാരാ. ഈ അനിൽകുമാർ എന്ന് പറയുന്നവരൊക്കെ പിടിപാടുള്ളവന്മാരാ. SIO CIO ആ പോലീസുകാരോ ഒക്കെ കുരുതി കൊടുക്കേണ്ടി വരും. ആ പാവങ്ങളുടെ ജീവിതമായിരിക്കും പോകുന്നത്. അതെ അതെ. പക്ഷേ ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിന്റെ ഒരു അവസ്ഥ, കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. കേരളം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വളരെ വളരെ അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക്, നമുക്ക് സ്വസ്ഥത കെടുന്ന ഒരു അവസ്ഥയിലേക്ക്, നമുക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകണം. അതിൻ്റെ എല്ലാം സൃഷ്ടാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോഴാണ് നമുക്കത് അതിശയം വരുന്നത്. കാരണം ഒന്നുകിൽ ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സംയമനം പാലിക്കണം, പിന്നെ നിങ്ങൾക്ക് വികാരമുണ്ട്, എനിക്കറിയാം, നിങ്ങൾക്ക് ഈ പാർട്ടി പ്രവർത്തകർ നേതാവ് നടത്തുന്ന ഒരു പരിപാടിയെ പ്രതിഷേധിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പാർട്ടി അങ്ങനെയാണെങ്കിൽ വികാരം തോന്നേണ്ടത് യഥാർത്ഥ സഖാക്കൾക്കാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ചെങ്കൊടിയെയും നെഞ്ചേറ്റി ഇപ്പോഴും ജീവിക്കുന്ന നിസ്സഹായരായ കുറെ സഖാക്കളുണ്ട്. അവർക്കാണ് എന്താണ് അവർക്ക് യാത്രയോട് താല്പര്യമില്ല. ഈ യാത്രയോട് താല്പര്യമുള്ള സഖാക്കളുണ്ടല്ലോ, അവർക്ക് സ്വാഭാവികമായിട്ടും എടുത്തു നോക്കുക. ഈ ആക്രമിക്കുന്നവരെല്ലാം ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ളവരാണ്. അവർക്ക് ഈ പ്രസ്ഥാനം, അവരുടെ പ്രസ്ഥാനം എന്താണ്? കമ്മ്യൂണിസം. ഇംഗുല ചിന്താവ, പിണറായി വിജയൻ ചിന്താവ, ഇതാണ് അവരുടെയൊക്കെ കമ്മ്യൂണിസം. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. AKG സെന്ററിന്റെ വരാന്തയിലോ പാർട്ടി ഓഫീസിന്റെ പിന്നാമ്പുറത്തോ അല്ല കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത്. ഇത്രയും പെൻഷനില്ല, വിധവാ പെൻഷനില്ല, ക്ഷേമ പെൻഷനില്ല, കള്ളിച്ചത്ത് തൊഴിലാളികൾക്ക് മുടങ്ങി, തയ്യൽ തൊഴിലാളികൾക്ക് മുടങ്ങി, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങി, ഒരു തരത്തിലും പൈസയില്ല. ശരി, അതെല്ലാം സഹിച്ച് കൊണ്ടുപോയി തിന്നട്ടെ. പക്ഷെ ജനങ്ങൾക്കും കൂടി ഇവിടെ ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ കണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും രോഷാകുലായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നാം. ഇപ്പൊ TV കണ്ടതാണ് ഒരു അംഗപരിമിതന്, 2 കാലുമില്ലാത്തൊരു മനുഷ്യനെ അയാൾ പ്രതിഷേധിച്ചു എന്നുള്ള കാരണം വേറെ ഒന്നും ചെയ്തില്ല. അയാൾ പ്രതിഷേധിച്ചു, ആലോചിച്ച് നോക്കൂ. അയാൾക്ക് എന്തായാലും മുഖ്യമന്ത്രിയെ വണ്ടിയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല, മുഖ്യമന്ത്രിയെ കൊല്ലാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. SFIക്കാർക്കോ DYFIക്കാർക്കോ അത്രയ്ക്കും കഴപ്പ് മൂത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെല്ലേ, ആ തണ്ടുറപ്പുള്ളവർ തന്നെ അടുത്ത് ഒറ്റയ്ക്ക് ചെല്ല്, എന്നിട്ട് നിങ്ങൾ അടിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പട്ടിക്കൂട്ടത്തെ കൂടെ എങ്ങനെ വന്നിട്ട് എല്ലാവരെയും കൂടെ ഒരുത്തനെ വളഞ്ഞിട്ട് അടിക്കുന്നത് മിടുക്കല്ല. നിങ്ങൾ അതേ ശീലിച്ചിട്ടുള്ളൂ. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു കാരണവശാലും ഇത് നമ്മുടെ കേരള സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരു കേസല്ല. മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്, മുഖ്യമന്ത്രി ഇതിനെല്ലാം സംയമനം പാലിപ്പിക്കേണ്ട ആളാണ്. അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ കണ്ടതാണ്. കാരണം ഈ ഉമ്മൻചാണ്ടിയുടെ തലയിൽ എറിഞ്ഞ് പൊട്ടിച്ചപ്പോൾ കോൺഗ്രസ്സുകാരോട് പറയും, നിങ്ങൾ പ്രതിഷേധിക്കരുത്, നിങ്ങൾ അതിലൊന്നും ഇടപെടരുത്, നിങ്ങൾ സംയമനം പാലിക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പേര് ഉച്ചരിക്കാനുള്ള ഒരു യോഗ്യത പോലും ഈ കമ്മിക്കൂട്ടങ്ങൾക്കില്ല. അല്ല, അവരാണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ കണ്ടതാണ്. കാരണം അദ്ദേഹം സംയമനം പാലിക്കണം, പ്രശ്നം ഉണ്ടാക്കരുത്, അതിനെ വലിയൊരു വിഷയമാക്കരുത്. കാരണം അതറിയാം, പിന്നീട് യൂത്ത് കോൺഗ്രസ്സുകാർ അതിൻ്റെ പേരിൽ ഇറങ്ങുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്താൽ DYFIക്കാർ ഇറങ്ങും. അങ്ങനെ അവർ തമ്മിലുള്ള സംഘടനയായിട്ട് മാറും. അത് നമ്മുടെ നാട്ടിൽ വലിയൊരു വിഷയമായിട്ട് മാറും, വലിയൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറും. അത് മുഖ്യമന്ത്രി പോലുള്ള, ഉമ്മൻചാണ്ടി പോലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് അത് അത്ര നല്ല കാര്യമല്ല. കാരണം കേരളത്തിൻ്റെ പിന്നെ ഈ സാമൂഹ്യ വ്യവസ്ഥ തകരുകയും ക്രമസമാധാനം തകരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് മാതൃകാപരമാണെന്ന് പറയുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇദ്ദേഹം കേരളത്തിനെ ഈ നശിപ്പിക്കാനും തകർക്കാനും ഒരു വല്ലാത്ത സമൂഹം സൃഷ്ടിക്കാനും
ആണോ ശ്രമിക്കുന്നത്, അതോ നല്ല സമൂഹം ഈ നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 കറുത്ത കേരളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ എന്ത് പറയാ വേറെ വാക്ക് സമൂഹത്തെയും നീതിന്യായ വ്യവസ്ഥയെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനങ്ങളെയും ഇയാൾ കൊഞ്ഞനെ കുത്തി അപഹാസ്യരാക്കുകയാണ്. ഇത് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നു. ഇപ്പോ ആലപ്പുഴയിൽ ഇന്നലെ നടന്ന സംഭവത്തെയും ഇയാൾ ന്യായീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഇദ്ദേഹം എന്ന് സംബോധന ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഒരാളുടെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും അയാളെ ബഹുമാനിക്കണോ വേണ്ടയോ എന്നുള്ളത്. അയാൾ എന്നൊരു മോശം വാക്കുന്നതല്ല. പക്ഷെ സഹിക്കാൻ ഇത് കണ്ടും കേട്ടും മടുത്തുപോയി. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പലസ്തീനിലും ഇസ്രയേലിലും ഒക്കെ ഈ നടക്കുന്ന യുദ്ധങ്ങൾ, ക്രൊയേഷ്യയിലൊക്കെ നടക്കുന്ന, ഉക്രൈനിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും ഭയാനകമായ ഒരു അവസ്ഥയിൽ കൂടെ നമ്മുടെ കേരളത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ? എൻ്റെ പ്രായത്തിൽ തന്നെ എ കെ ആന്റണി, ഇ കെ നായനാർ, വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ഇദ്ദേഹം 5ാമത്തെ ആളാണ്. ഇത്രയും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത് എത്രയോ പേര് വാഹനം കയറി മരിക്കുന്നു, ഇയാൾ വാഹനം കയറി മരിച്ചുകൂടെ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ളവരെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഇയാൾ പറഞ്ഞത്. ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് അറിയാം. അത് സാധാരണ അങ്ങനെയുള്ളത് ആരും പറയില്ല, കാരണം മോശമാണ്. കാരണം ഞാൻ വണ്ടി കയറി ചാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്ന് പറയില്ല. അത് അറിയാമെങ്കിൽ പോലും അദ്ദേഹം പറയില്ല. പക്ഷെ ഇയാളത് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആലോചിച്ച് നോക്കുക, ഒരു 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 വ്യക്തി എന്നുള്ള നിലയിൽ പോലും അതിനെ എടുത്തു വെച്ചിട്ട് അതിനെ ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. വല്ലാത്തൊരു എന്തുകൊണ്ടാണ് ഈ ലോകത്തെ എല്ലാ ഏകാധിപതികൾക്കും ഭയമുണ്ടായിരുന്നു? എന്താണ് എപ്പോഴും അവർക്ക് ജീവഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവര് ഒരുപാട് അംഗരക്ഷകരുടെ നടുവിലൂടെ നടന്നത്. അവരുടെയൊക്കെ അന്ത്യം എങ്ങനെയായിരുന്നു നമുക്കറിയാം. ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അതേനെ സംഭവിക്കും, അതെവിടെ സംഭവിക്കും. പക്ഷേ കേരളത്തിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. കേരളത്തിലെ ജനങ്ങൾ വളരെയധികം, കാരണം ഈ ഒരാൾ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരസ്യമായി ഇത്രയും രോഷാകുലനായി സംസാരിക്കണമെങ്കിൽ അയാൾ സഹികെട്ടു എന്നുള്ളത് സത്യമാണ്. നമ്മളെല്ലാം സഹികെട്ടിരിക്കുകയാണെന്നുള്ളത് തീർച്ചയാണ്. അത് മതിലുകൾ പൊളിക്കുന്നു, പിന്നെ ഇറച്ചിക്കടകൾ അടച്ചിടണം, ഹോട്ടലുകൾ അടച്ചിടണം. ഇയാൾ ആരാ? ഇവിടെ മന്ത്രിമാർ, ഇവിടെ പണ്ടത്തെ രാജാക്കന്മാരുടെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. രാജാക്കന്മാർക്ക് പോലും ഇല്ലല്ലോ ഇത്രയും ധാർഷ്ട്യം, അഹങ്കാരം. ഇത്രയും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ദാസന്മാരായിട്ടാണ്, മനുഷ്യരുടെ ദാസന്മാരായിട്ടാണ് അവർ കഴിഞ്ഞത്. ഇവിടെ നമുക്ക് കാണാനോ കൂടി നടന്നാണ് അവർ പോകുന്നത്. അത്രമാത്രം ദാസ്യതയോടെയാണ് അവർ പെരുമാറുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ. അദ്ദേഹം തിരുവിതാംകൂറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അങ്ങ് വടക്കേ ഇന്ത്യൻ സാമൂതിരിയോടൊപ്പം പൊരുതിയ ചേകവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവണ്. അതുകൊണ്ടായിരിക്കും അത് ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ചേകവന്മാർക്കൊക്കെ ഒരു നേരും നെറിയും തണ്ടുറപ്പും നല്ല നട്ടലുറപ്പും കൊണ്ടവരാണ് ചേകവന്മാർ. അതിന് ഉപമിക്കില്ല ചേട്ടാ. അല്ല ഇതല്ല, ചിലപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും ഞാനും എന്തോ വലിയ ആളാണെന്നുള്ള തോന്നലുകൊണ്ടായിരിക്കാം. പണ്ട് പോലീസ് എന്നെ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ പോലീസ് വെറുതെ വഴിയെ പോലീസ് അടിക്കോ? ഇല്ലല്ലോ. കയ്യിരിപ്പ് മോശമായി കഴിഞ്ഞാൽ പോലീസ് അടിക്കുകയല്ല, ചിലപ്പം എത്ര പേര് ലോക്കപ്പിൽ മരണപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല, അല്ലാതെ വന്നിട്ടുണ്ട്. 1969 തോന്നുന്നു വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ജനസംഘം പ്രവർത്തകനെ കല്ല് വെട്ടുന്ന മഴ കൊണ്ട് വെട്ടിക്കൊന്ന കേസിലെ 1ാം പ്രതിയാണ് പിണറായി വിജയൻ. അന്നേ ചോര കണ്ട് അറപ്പ് മാറി. അല്ലെ അന്നേ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ രീതി. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 2 കാലും ഇല്ലാത്ത ഒരു മനുഷ്യജീവി എന്നേ മനുഷ്യനെ വിളിക്കാൻ പറ്റും. ആ മനുഷ്യനെ പോലീസുകാർ സുരക്ഷിതമായി എടുത്ത് മാറ്റുമ്പോൾ ഇവന്മാർ വന്നിട്ടിടിക്കണം. യൂത്ത് കോൺഗ്രസ്സുകാർ അവർക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അവർ ആർജവത്തോടു കൂടി, ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അടിയും പിടിയും വെട്ടും കുത്തും ഒന്നും നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ് ചുണക്കുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരു പക്ഷം പിടിച്ച് പറയുകയല്ല, ജനപക്ഷത്ത് നിന്ന് പറയുകയാണ്. യൂത്ത് കോൺഗ്രസ്സിൽ ചുണക്കുട്ടികൾ ഉണ്ടെന്ന് അവർ ഓരോ ഇടങ്ങളിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഒരു പ്രതിഷേധം ഉണ്ടായി മർദ്ദനം ഏൽക്കുമ്പോൾ തന്നെ അവർ പിൻവാങ്ങുമായിരുന്നു. അവർ പിൻവാങ്ങാതെ കൂടുതൽ ആർജവത്തോടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഈ സഹികെട്ടതിൻ്റെ ഒരു സൂചനയാണ്. എന്തായാലും കേരളത്തിലെ പൊതുജനങ്ങൾ ഇതെല്ലാം കാണണം, ഇതെല്ലാം വിലയിരുത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് എന്ന നശിച്ച പ്രസ്ഥാനം ഇതോടുകൂടി നാമാവശേഷമാകും, ഈ പിണറായി വിജയനോടുകൂടി നാമാവശേഷമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. വീണ്ടും മറ്റൊരു വിഷയവുമായി നാളെ കാണാം.